എത്തി നിൽക്കണം നിങ്ങൾ? ഇതിപ്പോ ഒരു കളിയായി മാറിയിട്ടുണ്ട്. മറ്റേ ആള് പറഞ്ഞില്ലേ, നമ്മൾ അബ്ദുള്ള മൗലവി പറഞ്ഞല്ലോ, നബി മലക്ക് ഇവര് മാത്രമേ മഅ്സൂമുള്ളൂ, അവരുടേതല്ലാത്ത ഇൽഹാം ഒക്കെ തെറ്റും. ഇതിപ്പോ കുറച്ചായിട്ട് എ പിക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ എ പിക്കാരിൽ എ പി ഒലേറെ കൂട്ടണ്ട, ബാക്കിയുള്ളവരെ കൂട്ടിയാൽ മതി. എവിടെ അവസ്ഥ? ഇൽഹാമിനെ മൊത്തം തള്ളിയിട്ട് നിങ്ങൾ എങ്ങനെ സുന്നിയാവും? അബ്ദുള്ള മൗലവി ഒന്ന് ഇടപെട്ടോട്ടെ ഇടക്ക്. അല്ല, എന്തുകൊണ്ട്? ഇത് ലാ സിഖത ലിഗൈരി മഅസൂമിൻ ബിഖവാതിലിഹി. മഅസൂം ആയ ആൾക്ക് ഇൽഹാം കിട്ടിയാലേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്ക് അവൻ്റെ മനസ്സിൽ എന്തു തന്നെ തോന്നിയാലും എത്ര നല്ലതിൻ്റെ രൂപമായാലും അവന് വിശ്വസിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല? ഇത് ലാ യഗ്മനു ദസീസത ശൈത്വാനി ഫീഹ. പിശാച്ച് നല്ലതിൻ്റെ ഉള്ളിൽ, നല്ലതിൻ്റെ രൂപത്തിൽ വേണ്ടാത്തരങ്ങളെയും തിന്മകളെയും കടത്തിക്കൂട്ടും. ഈ കടത്തിക്കൂട്ടുന്നത് കൊണ്ട് ഇതിൽ നിന്ന് നിർഭയത്വം അല്ലാഹു തആല പാപ സുരക്ഷിതത്വമാകുന്ന ഇസ്മത്ത് നൽകിയവർക്കേ ഉണ്ടാവുള്ളൂ. ഇസ്മത്ത് നൽകിയ മഅസൂമീങ്ങൾ പറഞ്ഞ രണ്ട് ടീമേ ഉള്ളൂ. ഒന്ന് മുർസലീങ്ങൾ, അമ്പിയാക്കൾ, മറ്റൊന്ന് മലായിക്കത്ത്. അപ്പം എനിക്ക് മനസ്സിൽ കിട്ടിയ ഈ ചിന്ത, ഈ ബോധം ശരിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആള് മഅസൂമാകണം. അപ്പം എനിക്ക് അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ ഞാൻ മഅസൂമാണെന്ന് സ്വയം വാദിക്കണം. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ എത്തി അമ്പിയാക്കള് മലക്കുകള് ഇവർ രണ്ടാരെ എണ്ണീറ്റ് പറയാ, ഇവർ രണ്ടാളും മഅസൂമീങ്ങളാണ്, പാപ സുരക്ഷിതരാണ്. അതല്ലാത്തോലാണ് എനിക്ക് തോന്നിയ ആശയം പറയുന്നതെങ്കിൽ അത് തെറ്റാണ്, അത് പിശാചിന്റെ വിഹിതം അതിലുണ്ടാകും. മശായിഖിനെ മുഴുവൻ തള്ളിയില്ലേ? ഗൗസുൽ തങ്ങൾ പോലെയുള്ളവരൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പൊ ബലന്താക്കി. അതിന് അവരൊന്നും ഈ പറഞ്ഞ മഅസൂം എന്ന് പറയാൻ പറ്റൂലല്ലോ. അതേ സമയത്ത് അവരാരാ? മഹ്ഫൂദീങ്ങളാണ്. അതൊക്കെ തത്വത്തിൽ ഒന്ന് തന്നെയാണ്, പേരിലാണ് വ്യത്യാസം. അവരൊക്കെ അല്ലാഹു പ്രത്യേക സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇയാൾ വായിച്ച ഇബാറത്തടക്കം കണ്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി വിശദീകരിച്ച് ഫതാവയിൽ പറഞ്ഞു, വഹാസിലുഹു അന്ന ഹാദാ യർജിഉ ഇലൽ ഇൽഹാമിൽ ലദി ഖാലഹു സാദത്തു സൂഫിയ അന്നഹു ഹുജ്ജ. സൂഫിയാക്കന്മാര്, മശായിഖുമാർ ഉറപ്പിച്ചു പറഞ്ഞ സംഗതിയിലേക്കാണ് അതിന്റെ മടക്കം. എന്താണ് മടക്കിയത്? മശായിഖന്മാരുടെ ഇൽഹാമുകൾ ഹുജ്ജത്താണ്, തെളിവാണ്, യാതൊരു സംശയവുമില്ല. ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ രേഖയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതൊരു പൊതുവായ ഫന്നാണ് ഫിഖ്ഹ്. അതിൽ ഇൽഹാം രേഖയാണ് പറഞ്ഞാൽ ഈ പേരോടൊക്കെ കടന്നു വരും, എനിക്കും ഇൽഹാമുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ അനർഹരായ ആളുകൾ കടന്നു വരുമെന്നതുകൊണ്ടാണ് അവിടെ അത് ഹുജ്ജത്തല്ലെന്ന് പറഞ്ഞത്. ലാലി ഇൻകാരിഹി മിൻ നസ്ലിഹി, ഇൽഹാമിനെ നിഷേധിച്ചത് കൊണ്ടല്ല. കൈഫ വൽ ഹദീസു സ്വഹീഹ്, സ്വഹീഹായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ, ഇന്ന ഫീ ഉമ്മത്തി മുഹദ്ദസൂൻ, അല്ലാഹുവിൽ നിന്ന് ഇൽഹാമുള്ളവർ എന്റെ ഉമ്മത്തിലുണ്ടെന്ന് ലോകത്തോട് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ എങ്ങനെ അത് ഇല്ലാതെയാകും? അപ്പൊ ഇൽമുൽ കശ്ഫും ഇൽമുൽ ഇൽഹാമും ഒക്കെ ഇൽമുൽ യഖീനാണ് എന്നാണ് ഔലിയാക്കന്മാർ പറഞ്ഞത്. അതാണ് ഇൽമുൽ യഖീൻ. മാത്രമല്ല ജഹ്ല് നീങ്ങണമെങ്കിൽ ഇൽഹാം വേണം, കശ്ഫ് വേണം. അതൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖദ് കാനൽ ഇമാം അബൂ ഹനീഫ മിൻ അഹ്ലിൽ കശ്ഫി. പഴയ ഇമാമിങ്ങളും അങ്ങനെയായിരുന്നു, കശ്ഫുള്ളവരായിരുന്നു. കാരണം എന്താ? ഒരു മശായിഖിന്റെ കൂടെ പോയി അവർ നൽകിയതാ. അപ്പൊ കശ്ഫും ഇൽഹാമും എന്നത് ഇവിടെ സ്ഥിരപ്പെട്ടൊരു സംഭവമാണ്. അപ്പൊ ബൽക്കുള്ളൊരു തോന്നലാണ് ഇപ്പൊ എന്ത്? ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, നല്ലോണം ഓതി പഠിച്ചാലേ ഇൽമുണ്ടാവുള്ളൂ. അപ്പൊ അവരുണ്ടാക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഓതി പഠിച്ചാലും പോരാ. അപ്പൊ പറയുന്നത് ദർസിൽ പോയി 2ാം ദർസൊക്കെ കഴിഞ്ഞ് എന്താ നൂറുത്ത ജില്ലൊക്കെ സർഫാക്കി മുറാഖബ മുഷാദിലൂടെ ഒക്കെ കടന്നു വന്ന് അങ്ങനെ ഇൽമു കിട്ടിയാലാണ് എന്താകുക? ഇന്നമൽ ഇൽമു പറഞ്ഞ ഇൽമുണ്ടാകുക. പ്രത്യക്ഷത്തിൽ തന്നെ ചിന്തിച്ചാൽ പൊട്ടത്തരാണ്. കാരണം
ഒരാൾക്കിപ്പോൾ ബിരുദം നേടി തന്നെ ഇൽമു പഠിക്കണമെന്നുണ്ടോ? ഒരു നല്ലൊരു മുതലാളി, അയാളെല്ലാം പൈസക്കാരനാന്ന് വിചാരിച്ചോളി, അയാളൊരു ഉസ്താദിനെ ശമ്പളം കൊടുത്ത് നിർത്തി, അങ്ങനെ അയാള് പഠിച്ചെടുത്തു എല്ലാം. അയാളൊരു കോളേജിലും ദർശനമൊന്നും പോയില്ല, അയാൾക്ക് വലിയ ആലിമായിക്കൂടെ? അതിനിപ്പോ അഹ്സനിയാകണോ ഫൈസിയാകണോ? അപ്പൊ അത് ബാഹ്യമായി നോക്കുമ്പോ തന്നെ തെറ്റ്. പിന്നെ ഈ തഅല്ലുമ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഷഹറാനി ഇമാം ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? അങ്ങനെ കിതാബ് എടുത്ത് ഓതിപ്പടിക്കൽ മാത്രമാണോ തഅല്ലുമ് പറഞ്ഞാൽ? തഅല്ലുമിന് നിങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ ഷഹറാനി ഇമാം പറയാണ്. ഒരുപക്ഷെ ഓതി പഠിച്ച് രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് ചില പഠനമൊക്കെ നടത്തിയിട്ടുണ്ടാവും. എന്നാൽ ഇൽഹാമിന്റെയും കശ്ഫിന്റെയും അഹ്ലുകാരായ ഔലിയാക്കന്മാരോ, അവരതിനു വേണ്ടി എത്രയാണ് ത്യാഗം സഹിച്ചത് നിങ്ങൾക്കറിയോ? അവരല്ലേ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പണിയെടുത്തത്. കണ്ടില്ലേ നിങ്ങൾ? അതാ ചില ആളുകളുണ്ട്, മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ അൽ-ലവാഖീത്ത് വൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ എഴുതുകയാണ്, ലിഅന്നഹും യഅ്തഖിദൂന ഫീഹിം അന്നഹു ലൈസു ബിഉലമാ. ചിലർ ഔലിയാക്കളെ കുറിച്ച് വിശ്വസിച്ച് വെച്ചതാ ഓല് ഉലമാക്കളല്ല. ഇതൊക്കെ AP സമസ്തക്ക് വേണ്ടി എഴുതി വെച്ച കിതാബാണ്. അത്രയും ഫിറ്റ. വഅന്നൽ ഇൽമ ലാ യഹ്സുലു ഇല്ലാ അലാ യദിൽ മുഅല്ലിം. ഒരു അധ്യാപകന്റെ കയ്യിലൂടെ മാത്രമേ ഇൽമു കിട്ടുള്ളൂ എന്നാണ് അവർ വാദിക്കുന്നത്. അൽ മുഅ്താദ് ഫി ഉറുഫിഹിം, അവരെ ഭാഷയിൽ പറഞ്ഞ ആ രൂപത്തിലുള്ള ഒരാളിൽ നിന്ന് പഠിക്കണം എന്നാണ് അവരുടെ വാദം. ഫഇന്ന അസ്ഹാബനാ മാ ഹസല ലഹുമുൽ ഇൽമു ഇല്ലാ ബിൽ ഇലാമി റൂഹാനി. മഹാൻ പറയാ, നമ്മളെ മശായിഖിന് അഹ്ലുത് തസവുഫിന് ഇൽമു കിട്ടിയത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? വെറുതെ ഏതോ ശൈത്താൻ വന്ന് കൊടുത്തതല്ലത്, പിന്നെയോ അല്ലാഹു കൊടുത്തതാണ്. ഫഹും ആകിഫൂന അലാ ഹദ്റതിഹി, അല്ലാഹുവിന്റെ ഹദ്റത്തിൽ അവരതിനു വേണ്ടി തന്നെ ചടഞ്ഞിരുന്നവരാണ്. യന്തളിറൂന മാ യഫ്തഹല്ലാഹു ബിഹി അലാ ഖുലൂബിഹിം, അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് അല്ലാഹു എപ്പോഴാണ് അവർക്ക് ഫത്ഹാക്കി കൊടുക്കുക. അതിനുവേണ്ടി കാലങ്ങളോളം അവർ ഉറക്കൊഴിച്ചിട്ടുണ്ട്, കാലങ്ങളായി അവർ ഭക്ഷണം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഒന്നോ രണ്ടോ പണിയെടുത്തവരല്ലവര്. അങ്ങനെ അവര് പണിയെടുത്ത് റബ്ബിൽ നിന്ന് ഇൽഹാമ് കിട്ടിയപ്പോ അവരെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, ഖാല തആല ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഇൽഹാമിനെ നിഷേധിച്ചത് കൊണ്ട് അതിന്റെ തെളിവ് ഇമാം ഷഅറാനി തങ്ങൾ രേഖപ്പെടുത്തിയത് വായിച്ചതാ. അൽ ഇൻസാനിനെ അല്ലാഹ് പടച്ചു, അൽ ഇൻസാനുൽ കാമിൽ. അതാണ് ഔലിയാക്കന്മാര് മശായിഖുമാർ. അല്ലമഹുൽ ബയാൻ, അല്ലാഹ് അവർക്ക് നേരിട്ട് ബയാൻ പഠിപ്പിച്ചു കൊടുത്തു. വഖാല തആല അല്ലമൽ ഇൻസാന മാ ലം യഅലം. അൽ ഇൻസാനുൽ കാമിലിന് അല്ലാഹു തആല അറിയാത്തതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വഖാല ഫീ ഹഖ്ഖിൽ ഖിദർ, ഖിദർ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നമ്മൾ അവർക്ക് പ്രത്യേകമായി നമ്മളിൽ നിന്ന് ഇൽമു കൊടുത്തു. യുത്തിൽ ഹിക്മത മൻ യശാ, ഹിക്മത്ത് അല്ലാഹ് കൊടുക്കും, അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. വത്തഖുല്ലാഹ യുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് നേരിട്ട് പഠിപ്പിച്ചു തരും. വൽ ഹിക്മതു ഹിയൽ ഇൽം വജാഅ ബിമിൻ, കണ്ടില്ലേ അതൊക്കെ വജാഅ ബിമൻ വഹിയ നകിറ എന്നൊക്കെ വിശദീകരിച്ച് അവരുടെ ഇൽമുകൾ അത് സ്ഥിരപ്പെട്ടതാണെന്നും അതാണ് ലഹുമുൽ ബുശ്റ എന്ന് അല്ലാഹു പറഞ്ഞതെന്നും അതിനെ സ്ഥിരീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും അതിനെ നിഷേധിക്കുന്നവൻ പിന്നീട് മുബ്തദി ആയി തീരുമെന്നും അൽ-ലവാഖീത്തിൽ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൽഹാം കാരണം അങ്ങനെ വരുന്ന തോന്നലല്ലത്. എന്താ അതിൻ്റെയൊക്കെ അവസ്ഥ? ഷഅറാനി ഇമാമിന് ഇൽഹാം കിട്ടിയ വഴിയൊക്കെ ഇപ്പം എന്താ? ഒരു ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുക. അൽ മിനനുൽ കുബ്രയിൽ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി 104-ാമത്തെ പേജ്. അവർക്ക് ഇൽഹാം വന്ന കഥ പറയാൻ ഒരു പേജാണ് മൂപ്പര് ചെലവഴിച്ചത്. കണ്ടില്ലേ? എന്നെ ആദ്യമായി അലിയുൽ ഖവാസ് തങ്ങൾ കണ്ടപ്പോ അന്നഹു അമറനി അവ്വല ജിത്തിമായി അലൈഹി ബിബൈഇ ജമീഇ കുതുബി. ഫസ്റ്റ് ഞാനും എന്റെ ശൈഖായ അലിയുൽ ഖവാസ് തങ്ങളും കണ്ടുമുട്ടിയപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള കിതാബുകളൊക്കെയും വിൽക്കണം, എന്നിട്ട് അതിന്റെ പൈസ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു വരണം. ഞാനത് ചെയ്തു, ഞാനത് ചെയ്തു. പക്ഷേ വകാനത്ത് കുതുബൻ നഫീസ,
നല്ല വിലപിടിപ്പുള്ള കിതാബായിരുന്നു അത്. റൗദ ഷർഹു റൗദ് പോലെ, മത്ലബ് പോലെ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഫസ്വാര ഇന്ദി ഇൽത്തിഫാത്തുൻ ഇലൈഹ, അതിലേക്ക് ചെറിയ ഒരു തിരിഞ്ഞുനോട്ടുണ്ടായിരുന്നു. അത്രയും പ്രയാസപ്പെട്ട് ഞാൻ അതിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു കിതാബ് പൈസ കൊടുത്ത് വാങ്ങി പിന്നെ വിറ്റ് വന്നാ പോരാ, മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. അങ്ങനെ ഞാനത് ഒഴിവാക്കി നാം മുപ്പര് പറയുന്നത്. അതാ എന്നിട്ട് എന്നോട് പറഞ്ഞു കാരണം അതവിടെ ഫിറ്റാകാം. കിതാബ് അതിന് വിട്ട് പിന്നെയും കിതാബിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ എത്തിച്ചേരൂല. അല്ല സംഘടനീന്ന് പോന്ന് പിന്നെ അതിക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്നല്ല. അപ്പോ എങ്ങനെ ഞാൻ പിന്നെ പോയി മുമ്പര് പറയാ, അങ്ങനെ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു മാസങ്ങളോളം. ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു, ഒറ്റക്ക് പോയി ഇബാദത്ത് ചെയ്യാൻ, ആരും കാണാത്ത സ്ഥലത്ത്. അങ്ങനെ ഞാൻ ചെന്നു. പക്ഷേ എന്റെ മനസ്സിൽ തോന്നി ഞാനിപ്പോ ഒറ്റക്കൊക്കെ ഇബാദത്ത് തുടങ്ങിയപ്പോ ഞാനൊരു ഖൈറായ ആളാണെന്ന് തോന്നി. എന്നെ വിളിച്ചു പറഞ്ഞു, ശൈഖ് അവറുകൾ പോരാ, നീ ഏറ്റവും മോശമാണെന്ന് തോന്നുന്നത് വരെ അമൽ ചെയ്യണം. കാലങ്ങളോളം ഞാൻ ഏറ്റവും നിന്ദ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്നത് വരെ. അങ്ങനെ ഞാൻ അതൊക്കെ മുറിച്ചു കടന്ന് എത്രയോ കാലങ്ങൾ എന്നെ അല്ലാത്ത എല്ലാ ചിന്തകളും എന്നിൽ നിന്നവര് കാലങ്ങൾ പണിയെടുത്ത് ഒഴിവാക്കി. മാസങ്ങൾ ഞാൻ അങ്ങനെ കഴിഞ്ഞുകൂടി. പിന്നെ എന്നോട് പറഞ്ഞു, ഇഷ്ടമുള്ളത് തിന്നാൻ പാടില്ല, മുഴുവനായിട്ട് ഒഴിവാക്കണം. എന്താ നിങ്ങൾ മനസ്സിലാക്കി? ഇൽഹാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിണ കസാലിരുന്ന് AC റൂമിലിരുന്ന് ഇങ്ങനെ തോന്നണ മറ്റേ ബിസിനസ്മാന് തോന്നുന്ന കാര്യമാണപ്പത്. എത്ര കാലം പിന്നെ അങ്ങനെ മുഴുവനായി ഞാൻ ഒഴിവാക്കി എല്ലാം. അങ്ങനെ എന്നോട് പറഞ്ഞു, മോനെ നീ പഠിച്ച ഇൽമുകള് ഇനിയും അതിന്റെ ചില ശാഖകൾ ബാക്കിയുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. ഒഴിവാക്കി ഒരിക്കൽ ഞാൻ പറയാണ്, നൈൽ നദിന്റെ തീരത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് ആ സമയത്താണ് അപ്പോഴാണ് ലദുന്നിയായ ഇൽമിന്റെ വാതിലുകൾ എനിക്ക് തുറക്കപ്പെട്ടത്. അതിന്റെ ഓരോ വാതിൽ തന്നെ ആകാശഭൂമികളുടെ വിശാലത ഉണ്ട്. അങ്ങനെ ഞാൻ സംസാരിച്ചു തുടങ്ങി. ഞാൻ വലിയ കാര്യത്തിൽ എൻ്റെ ശൈഖുനയോട് പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഇപ്പോൾ വന്നത് എഴുതി വെച്ചതൊക്കെ മാറ്റണം. കാരണം ഇത് ചിന്തയോട് പല ഇൽമിനോടും കലർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് മാറ്റണം. അങ്ങനെ ഞാൻ പിന്നെയും അമൽ ചെയ്തു. എന്നോട് പറഞ്ഞു, മോനെ പോരാ, ബൈനക വ ബൈന ഇൽമിൽ വഹ്ബിൽ ഖാലിസ് അൽഫു മഖാം, 1000 മഖാം ഇനിയും പിന്നിടണം. 1000 മഖാം സിയാറത്തയല്ല, ഓരോ ദറജയും റുത്ബയൊക്കെ കടന്ന് അതിങ്ങനെ പോകണം. അങ്ങനെ ഓരോന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അത് ശരിയല്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ അവസാനം ശരിയായ ഒരു ഇൽഹാം വന്നപ്പോ എന്റെ ശൈഖ് അവറുകൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു, ഇനി ഭയപ്പെടണ്ട, ഇതാണ് ഇൽഹാം. ഇങ്ങനെ കിട്ടിയ ഇൽഹാമിൽ പിന്നെ ശൈത്താൻ കയറിക്കൂടാ. എവിടുന്നാണ് ഈ അബ്ദുള്ള മൗലവിയൊക്കെ നീച്ചു വരുന്നത്? എവിടുന്ന്? അതിപ്പോ ആർക്കാ ഗുണുണ്ടായത്? ഹുസൈൻ സലഫി. അയാൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്, അബ്ദുള്ള മുസ്ലിയാരെ നിങ്ങൾ വലിയൊരു സേവനാണ് ചെയ്തതെന്നാണ്. കാരണം മാലയും മൗലൂദൊക്കെ ഇപ്പൊ എന്തായി നാളെ ചോദ്യം ഒന്ന് വെച്ചുകൊടുക്ക്. പറയുന്നു, അത്തരത്തിലുള്ള പിഴച്ച വാദങ്ങളൊക്കെ ശൈത്താൻ നൽകുന്ന ഇൽഹാമുകൾ മാത്രമാണ്. നിങ്ങൾ ആലോചിക്ക്, നിങ്ങളുടെ മാലപ്പാട്ടുകളുടെ മുഴുവൻ അടിസ്ഥാനം എന്താണ്? അവർക്കൊക്കെ അള്ളങ്ങനെ അപ്പപ്പ അറിയിച്ചു കൊടുക്കുകയാണത്രേ. അത് ഖുർആനിലും ഹദീസിലൊന്നും കാണൂലത്രേ. നോക്കണം നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ശരിക്ക് ചിന്തിക്ക് സഹോദരങ്ങളെ, നിങ്ങളുടെ തൗഹീദിന്റെ കാര്യം എന്തായി?
ആലോചിക്ക്. അതാ ഒതുക്കങ്ങൾ ഇഹ്യാഉസ്സുന്ന അറബി കോളേജിലെ മുദർരിസായ, അതേപോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റായ ഈ സുലൈമാൻ മുസ്ലിയാരുടെ പൊന്നോമന പുത്രനായി അറിയപ്പെടുന്ന ഒരു മുസ്ലിയാരിത പച്ചയായി പ്രസംഗിച്ചിരിക്കുന്നു. എന്ത് ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നുന്നതൊക്കെ മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. അതാരായിരുന്നാലും ആരുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളിലും ശൈത്താൻ ഇടപെടാം. ശൈത്താൻ ഇടപെടാത്ത രണ്ടാളുകളെ ഉണ്ടാവുകയുള്ളൂ. അവരുടെ തോന്നലുകൾ ഒക്കെ ശരിയായിരിക്കും. ആരാണ് ആ രണ്ട് കൂട്ടം ആളുകൾ? ഒന്ന് അല്ലാഹുവിന്റെ മലക്കുകളാണ്, അവരുടേതിൽ ശൈത്താൻ ഇടപെടൂല. രണ്ടാമത്തെ വിഭാഗം പാപങ്ങളൊന്നും സംഭവിക്കാത്തവരായിട്ട് ഇവിടെ മഹാന്മാരായ നബിമാരാണ്. അവരുടെ വാക്കുകളിലും പൊളിയൊന്നും ഉണ്ടാവില്ല, അവരുടെ വാക്കുകളിലും ശൈത്താൻ ഇടപെടൂല. അതുകൊണ്ട് മലക്കുകളോ നബിമാരോ അല്ലാത്ത ആരിവിടെ ഞങ്ങൾക്ക് ഇന്നതൊക്കെ തോന്നിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്ന വിവരമൊക്കെ ഇപ്പൊ മനസ്സിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കൊള്ളൂല. അതൊക്കെ ശൈത്താന്റെ ഇടപെടലിൽ നിന്ന് മുക്തമായ തോന്നലുകളല്ല എന്ന് പച്ചയായി ആ മുസ്ലിയാർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ് മുസ്ലിയാരെ, നിങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ്. അതെ, അത് തന്നെയാ സലഫികൾ പണ്ടേ പറഞ്ഞത്. ഇൽഹാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കുണ്ടാകുന്ന നേരെ സലഫിക്ക് എന്താ ഇഷ്ടം? ഇനി ഒരു ലയന സമ്മേളനങ്ങൾ നടത്തിയാൽ മതി. കേന്നം മുസ്ലിം ജമാഅത്ത് ലയന സമ്മേളനം. ഓല് വെയിലുണ്ടാവില്ല, ഗുണ്ടായുസും ചാനൽ കൂട്ടാനൊന്നും മുജാഹിദും ഉണ്ടാവില്ല. സ്വഭാവത്തിലൊക്കെ ഒരു സാറാണ്, ഒരു സ്വഭാവ നന്മക്കോൽക്കുണ്ടോ, അതും കൂടി നിങ്ങൾക്ക് ഇല്ലാതെ പോയി. അതല്ലേ ഇപ്പം ഉണ്ടായി. എന്നിട്ട് മാല മൗലൂദിലേക്ക് കയറുക. മാല മൗലൂദ് എങ്ങനെ ശരിയാവുന്ന സലഫിന്റെ ചോദ്യം. അള്ളാഹു ഹിഫ്ള് നൽകിയവരാണ് ഔലിയാക്കന്മാർ, ഇസ്മത്ത് നൽകിയവരാണ് അമ്പിയാക്കന്മാർ. ഇസ്മത്തും ഹിഫ്ളൊക്കെ അള്ളയിൽ നിന്നുള്ള സംരക്ഷണ. അല്ലെങ്കിൽ ഔസുല്ലാദമിന്റെ അടുത്തൊക്കെ പിശാച് വരും. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? വന്നതല്ലേ ഓർമ്മ ഉണ്ടായിട്ടുള്ളൂ. സലഫി ഒന്നുകൂടി തുടർന്നോട്ടെ. എവിടെ എത്തി AP വിഭാഗമെന്ന് പാവപ്പെട്ട പ്രവർത്തകരെ തിരിച്ചറിയണം. ആ ഏടാകൂടത്തിൽ നിന്ന് മരിച്ചാൽ സലഫിന്റെ അപ്പുറത്ത് പോയി പോകും. അതാണ്ടാകുക. ഒന്ന് പാടട്ടെ സലഫി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനില്ലാതെന്നോവർ. മുഹ്യിദ്ദീൻ ശൈഖ് അവകാശപ്പെടുകയാണ്, ഞാനൊന്നും ചൊല്ലിയിട്ടില്ല. ഞാൻ എന്ത് ചൊല്ലുന്നുണ്ടെങ്കിലും അള്ള എന്നോട് ചൊല്ലാൻ പറഞ്ഞിട്ടാ ഞാൻ ചൊല്ലുന്നത്. ചിന്തിക്ക് സഹോദരന്മാരെ, മുത്ത മുസ്തഫയോടെ ഇവിടെ വഹി അവസാനിച്ചില്ലേ? വാനലോകത്ത് നിന്ന് അള്ളാഹു ഒരാളോട് നേരിട്ട് സംസാരിക്കുന്ന ആ രീതി അള്ളാന്റെ റസൂലോട് കൂടെ അവസാനിച്ചില്ലേ? നബിതങ്ങൾ അന്ത്യപ്രവാചകരല്ലേ? അന്ത്യപ്രവാചകനായ മുത്ത മുസ്തഫയുടെ വഫാത്തിന്റെ ശേഷം ഇനി ഇവിടെ ആർക്കാണ് വഹി കിട്ടുക? ഇനി ഇവിടെ ആർക്കാണ്, ആരോടാണ് അള്ളാഹു നേരിട്ട് സംസാരിക്കുക? നബിയോടോ മലക്കിനോടോ അല്ലാത്ത ആ നിലക്ക് കിട്ടിയ തോന്നലുകളും ഇൽമുകളുമൊന്നും ദീനിൽ തെളിവല്ല. അതൊക്കെ ശൈത്താന്റെ ഇടപെടലില്ലെന്ന് മുക്തമാവില്ലെന്ന് അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള സമസ്തക്കാർക്ക്, സമസ്തയുടെ മുശാവറയിലേക്ക് അടുത്ത് തന്നെ കടന്നു വരാൻ നിൽക്കുന്ന വലിയ പണ്ഡിതനായ ആ മുസ്ലിയാർക്ക് വരെ തുറന്നു പറയേണ്ടി വന്നുവെങ്കിൽ, ഓ സലഫികളെ, നമ്മുടെ അധ്വാനത്തിന് ഫലം കാണുന്നുണ്ട്. മാലപ്പാട്ടുകൾ കുഴിച്ചു മൂടിക്കോ. കാരണം മാലപ്പാട്ടുകളിൽ കാണുന്നതൊക്കെ അവർ സ്വന്നേ ബൈത്തീന്നും ബഹ്ജാ കിതാബീന്നും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ. മാല ഉണ്ടാക്കിയത് അവർ സ്വന്ന ബൈത്തിൽ നിന്നാണ്. യാര് സ്വന്ന ബൈത്ത്? ജീലാനി സ്വന്ന ബൈത്ത്. ജീലാനിയോട് ചൊല്ലാൻ ആരാ കൽപ്പിക്കുന്നത്? അള്ളയാണത്രേ. ചൊല്ലിയില്ല ഞാനൊന്നും. വല്ലാത്ത ഊരാ കൊടുക്കലാട്ടോ എപ്പിക്കാർ പോയി കുടുങ്ങിയത്. കാരണം എന്താ? അബ്ദുള്ള മുസ്ലിയാർക്ക് നന്ദി പറഞ്ഞിട്ട് തീരുന്നില്ല. മാല മൗലൂദുകൾ കുഴിച്ചിടണമെന്നാ പറയുന്നത്. ഞങ്ങൾ അയാളുടെ വാദത്തെ കുഴിച്ചിട്ടിരിക്കുകയാണ്. അള്ളാഹു സംസാരിക്കുന്നത് നിന്നിട്ടില്ല.
വഹിയുൽ ഔലിയ ഇവിടെ ഉണ്ട്, വഹിയുൽ അംബിയ ആകുന്നത്. അതാണ് ഓസുല്ലാദം രണ്ടും രണ്ടാക്കി പറഞ്ഞത്. അംബിയാക്കൾക്ക് അല്ലാഹ് കൊടുക്കുന്നത് ബി കലാമിഹി, അതാണ് വഹ്യ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ള വഹ്യ്. അതേ സമയത്ത് അമ്മൽ ഔലിയ, ഔലിയാക്കളോട് അല്ലാഹ് സംസാരിക്കുന്നു എങ്ങനെ? ബിൽ ഇൽഹാം. ഓസുല്ലാദം പറഞ്ഞില്ലേ, അതാണ് ഔലിയാക്കൾ. ഖുർആൻ പറഞ്ഞ അല്ലമഹുൽ ബയാൻ, അതാണ്. തെളിവുകൾ എത്ര വേണം? സുന്നികളെ സംബന്ധിച്ചിടത്തോളം മാല തന്നെ ധാരാളമാണ്. മാല എങ്ങനെ പാടിയാൽ പാള് തന്നെ പാടിയില്ലേ? അവർ ചൊന്ന ബൈത്തീന്നും ബഹ്ജാക്കി താബീന്നും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ. അവർ ചൊന്ന ബൈത്ത് ഇൽഹാമല്ലേ? നബിയിൽ നിന്നുള്ള ഇൽഹാമാണോ? വലിയിൽ നിന്ന്? പറയൂ, എന്ത് പറ്റി? മുശാവറ മറുപടി പറയണം. മുശാവറിലേക്ക് കടക്കാൻ നിൽക്കുന്ന മഹാപണ്ഡിതനാണ് എന്നാ പറഞ്ഞു, അല്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല, കേട്ടോളി. അടുത്ത് മാലിന്ന് ഇങ്ങനെ പാടി നോക്കിയാൽ കാണാം. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ഏകൽ കൂടാതെ ഞാൻ ഒന്നും ചെയ്തില്ല. ഏതാണ് ഏകൽ? അതാണ് ഇൽഹാം, അതാണ് കശ്ഫ്. അത് വിട്ടൊരു കളി സുന്നികൾക്കില്ല. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. അപ്പൊ ഞാൻ ചെയ്തില്ല എന്ന് മാത്രല്ല, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ അമാനില്ലതെന്നോവർ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ. അനുവാദം വന്നാൽ ഫറവൻ ഞാനെന്നോവർ. ആര് ചോദിച്ച അവരെ മറുപടി അനുവാദം വന്നാൽ ഞാൻ പറയാം. ഏതാ അനുവാദം? എങ്ങനെയാ അനുവാദം? മാല മുഴുവനും തള്ളേണ്ടി വന്നില്ലേ നിങ്ങൾക്ക്? മാല മൗലൂദുകളിൽ ഏതായി സ്ഥിരപ്പെടുത്തി വരിക? എങ്ങനെയാ നിങ്ങൾക്ക് പറ്റുക? അവർ ആ ഭൂമി തനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാംബർ തമ്മൂടെ ആള് ഞാനെന്നോവർ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നേരിട്ട് അവിടത്തെ ഖലീഫയായി വന്ന ആളാണ് ഞാൻ, അല്ലെ? ആരുണ്ടതെന്റെ മഖാമീനയെത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലുവീനെന്നോവർ. 70 വാതിൽ തുറന്നാൻ എനക്കല്ല ആരും അറിയാത്ത ഇൽമാലതെന്നോവർ. ഓരോരോ വാതിലിൻ വീതിയാതോരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവർ. ഇതൊക്കെ മാലയുടെ വരികളല്ലേ മുസ്ലിയാക്കന്മാരെ? അതെ, അള്ളാഹു എനിക്ക് 70 വാതിൽ തുറന്നു തന്നു. ആരും അറിയാത്ത വാതിലുകളാണത്. ആ ഓരോ വാതിലുകളും അതിന്റെ വിസ്തൃതി ആകാശം ഭൂമിയും പോലെയാണ്. എല്ലാരും ഓതിയ ഇൽമുകളൊക്കെയും എന്നൂടെ ഇൽമാല ദന്ന് ചൊന്നോവർ. ആര് പഠിച്ച ഇൽമു വരെ അത് എന്റെ ആ രൂപത്തിൽ വന്ന ഇൽമാണ്. കശ്ഫു ഇൽഹാമില്ലാതെ മാലിം മൗലൂദി എവിടെയുള്ളത്? നീ കുറച്ചങ്ങോട്ട് പോയാൽ കാണുന്നത് മുഴുവൻ പാടിയത് രാവിലെ വരെ പാടേണ്ടി വരും. കണ്ടില്ലേ? 4 കിതാബേയും മറ്റുള്ള സുഹുഫേയും നായന്നരുളാലെ ഓതി ഉണർന്നോവർ. 4 കിതാബും സുഹുഫ് ഓതി. ഏത് കോളേജിൽ നിന്ന്? അല്ലാഹു കൊടുത്തതാ ഇൽഹാം കശ്ഫിലൂടെ. ഇനി വാഴ്ന്നു പറയുമ്പോഴെന്താ? അതാ കണ്ടില്ല നിങ്ങൾ? നാവാൽ മൊളിയുന്ന ഇൽമ് കുറിഫാനായി 400 ഹുക്കാമൈ അവർ ചുറ്റുമുള്ളവർ. നായന്നരുളാല ഇൽമ് പറയുമ്പോൾ നാവിനു നേരെ ഒളിവിറങ്ങുന്നോവർ. നാവിന് നേരെ ഒളിവിറങ്ങുന്നു. ആ ഒളിവാണോ ഇൽഹാം? അതാണോ കശ്ഫ്? അതിൽ നിന്ന് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചുറ്റുവിരുന്ന് ആ 400-ലേറെ ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ. ഇരിയന്നായേകൽ കേട്ടാരേ ഇരുന്നോവർ. ഇരിയന്നേകൽ എഴുതി കേട്ടു ഇൽഹാമിലൂടെ, കശ്ഫിലൂടെ. അള്ളയിൽ നിന്നുള്ള ആ ഒരു വലിയ ഇൽഹാമാണത്. അല്ല എന്തൊക്കെ പറഞ്ഞു അവരോട്? ഫലരയിടയിന്നും നിന്നെ തിരഞ്ഞ ഞാൻ ഫാങ്ങോടെ ഈ ചൊല്ലും ഇങ്ങനെ കേട്ടോവർ. എനക്ക് തനക്കായി നിന്നെ പടച്ചൻ ഞാൻ ഇങ്ങനെ തന്നെയും ശബ്ദത്തെ കേട്ടോവർ.
ഏതാണോ ഈ ശബ്ദം, എവിടെ നിന്ന് വരികയാണ് ഈ അബ്ദുള്ള മൗലവിയും ഈ മുഹിയുദ്ദീൻ സാദി എന്ന മൗലവിയുമൊക്കെ? അവര് കേട്ടു എന്ന് നേരെ പറയാണ്. എനിക്ക് പകരം നിന്നെ അയച്ചതാണ്, പലരെ ഇടയുന്നു നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്, ഇത് അല്ലാഹ് അവരോട് സംസാരിച്ചതാണ്. ആ സംസാരത്തിന്റെ അങ്ങേയറ്റം കണ്ടില്ല നിങ്ങൾ? നിലനെ കൊടുഫാനും നിലനെ കളാവാനും നായന്നവർക്കാനും വാദം കൊടുത്തോവർ. ഒരാളുടെ നില, അയാളുടെ വിലായത്ത് വരെ തള്ളാനും കൊള്ളാനും അല്ലാഹ് അധികാരം കൊടുത്തിട്ടുണ്ട്. നായന അല്ലാഹ് കൊടുത്തു എന്ന് പറഞ്ഞ് അത് ചെയ്തു. അറിവും നിലയും അതേതും ഇല്ലാതോർക്ക് അറിവും നിലയും നിറയെ കൊടുത്തോവർ. നിലയും അറിവും അതൊക്കെയുമുള്ളോരെ നിലയും അറിവും ഫറിച്ച് കളഞ്ഞോവർ. ഈ ഖാദി മുഹമ്മദ് ഞങ്ങൾ തന്നെ അത് പാടുന്ന വേണ്ടി ഞങ്ങൾ മൊഴിയൊന്നും കൂടാതെ അല്ലെ പറഞ്ഞു, മൊഴിയൊന്നും ഫിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കൂമേ. ദുഷ്കം കൂടാതെ ഇതിനെഴുതൂകിൽ ദോഷം ഉണ്ടാമെന്ന് നന്നായി അറിവീരേ. തെറ്റുകൂടാതെ എഴുതണം, സൂക്ഷ്മതയില്ലാതെ എഴുതിയാൽ നാശം വരും. ഇതുപോലെ പാടിയാൽ സ്വർഗമുണ്ട്. ഇതൊക്കെയും സഹോദരങ്ങളെ സംസാരിക്കുന്നത് ഇൽഹാമിൽ നിന്നാണ്, കശ്ഫിൽ നിന്നാണ്. അതാണ് ഇനിയിപ്പോ ഫുത്തൂഹുൽ ഗൈബ് ഇങ്ങോട്ട് എടുത്താൽ ഇതൊക്കെ ഇതിന്റെ പേരെന്നെ ഫുത്തൂഹുൽ ഗൈബ് എന്നാ. ഇതിലുള്ള ബൈത്തുകളൊക്കെ ചൊല്ലിയാൽ എത്ര ഉണ്ട് എന്നാ സഹോദരങ്ങളിലേക്ക് ഞാൻ പോണില്ല. അപ്പൊ ഇതൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലേ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് ഇവിടെ തർക്കമുള്ളത്? അതൊക്കെ വലിയ ഒറ്റ അടിക്കാണ്ട് തള്ളിയിട്ട് അത് വെറും എന്നിട്ട് എത്രത്തോളം പറഞ്ഞു ഒറ്റ വരിയിൽ നിന്ന് പാടാം. ഫുആദി ഇൻദ മഹ്ബൂബി മുഖീമു യുനാജിഹി വഇൻദകുമു ലിസാനി. അർത്ഥം എന്ന് വെക്കട്ടോല് വിളിക്കുകയാണ് മുഷാവറിനെ മുഴുവനും. കൊട്ടുക്കരക്കാരൻ മൗലവിയെ വിളിക്കുകയാണ്, ഈ പേരോടിനെ വിളിക്കുകയാണ്. ഇതിന്റെ നേരായ പേര് ഫിത്നന്റെ അയിന ബിസിനസ്മാനെ വിളിക്കുക. എന്താ ഓസുല്ലാതെ പറഞ്ഞ അനൽ ഖുർആൻ അനൽ ഖുർആനു വസ്സബഉൽ മസാനി. ഒന്ന് വിശദീകരിക്കുക, അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരിങ്ങള്. ഫുആദി എന്റെ ഹൃദയത്തിന്റെ കൽബിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം, ഇൻദ മഹ്ബൂബി മുഖീമു എന്റെ റബ്ബിന്റെ സമീപത്ത് സ്ഥിരതാമസമാണ്. പോർന്നിട്ടില്ല അവിടുന്ന്. യുനാജീഹി റബ്ബിനോട് സംഭാഷണത്തിലാണ്, മുനാജാത്തിലാണ്. വഇൻദകുമു ലിസാനി നിങ്ങളോട് എന്റെ നാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നാവുകൊണ്ട് നിങ്ങളോട് ഞാൻ വർത്താനം പറയുന്നുണ്ടാകും. അപ്പോഴും എൻ്റെ നാവ്, എൻ്റെ ഹൃദയം അത് മുഴുവനും അല്ലാഹുവിനോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്, മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ അങ്ങോട്ട് തള്ളി വഹാബിന്റെ അപ്പുറത്ത് പോയി എല്ലാ സംഭവവും നശിപ്പിച്ചു. നമ്മളല്ല രക്ഷപ്പെടുത്തിയതാ. ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശുക്ർ ചെയ്താൽ തീരുവൻ. സലഫിക്ക് ആഘോഷിക്കുകയാണ്. പക്ഷെ അതാ മംഗലാപുരത്ത് ബാക്കി പറയണം. ഒരവസരം കൂടി കൊടുക്കുക. ല്ലോ എന്തേ കാരണം? മലക്കാണെങ്കിൽ മുഴുവൻ ശരിയാകും, നബിമാരാണെങ്കിലും ശരിയാകും. അല്ലാത്തവരുടേത് ശരിയാവാൻ സാധ്യതകൾ കുറവാണ്. അത് ശരിയായി കൊള്ളണമെന്നില്ല എന്നല്ലേ മുസ്ലിയാരെ നിങ്ങളിപ്പോൾ പ്രസംഗിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇനി എങ്ങനെ നിങ്ങൾ മാലപ്പാട്ട് ചൊല്ലും? ഇനി എങ്ങനെ ഖുത്ബിയത്ത് മങ്കൂസ് മൗലീദ് ഇനി നിങ്ങൾക്ക് നിർത്തട്ടെ? ഒരു മാല ചെല്ലരുത്. കുത്തുബിയത്ത് ഏകദേശം തള്ളി ഒഴിവാക്കി. റിഫായി റാത്തീബിന്റെ കാലം കഴിഞ്ഞു എന്നാ പറഞ്ഞ്. ഷാദുലി റാത്തീബ് ചൊല്ലണം. ഷാദുലി റാത്തീബിൽ ആടിന് തണുപ്പ് പോകാനാണ് ആ ബിസിനസ്മാൻ പറഞ്ഞു. അവന് പിന്നെ അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, തണുപ്പ് പോകാനുള്ള വഴികൾ.